ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ശിശുദിന ക്യൂസാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ശിശുദിന ക്യൂസ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ ശിശുദിനം ആഘോഷിക്കുന്ന ദിവസം. ഇന്ത്യയിൽ ശിശുദിനം ആഘോഷിക്കുന്ന ദിവസം ഏതാണ്? ഉത്തരം ഇതാണ്, നവംബർ 14. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ ശിശുദിനം ആഘോഷിക്കുന്ന ദിവസം. ഉത്തരം നവംബർ 14. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ആരുടെ ജന്മദിനമാണ് ശിശുദിനമായി ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് ശിശുദിനമായി ആചരിക്കുന്നത്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ആരുടെ ജന്മദിനമാണ് ശിശുദിനമായി ആചരിക്കുന്നത്? ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് നാം ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. ആഗോള ശിശുദിനം. ആഗോള ശിശുദിനം എന്നാണ്? ഉത്തരം നവംബർ 20. ആഗോള ശിശുദിനം എന്നാണ്. നവംബർ 20 ആഗോള ശിശുദിനം ആചരിക്കുന്നത്. അടുത്ത ചോദ്യം: ജവഹർലാൽ നെഹ്റുവിനെ കുട്ടികൾ സ്നേഹത്തോടെ വിളിച്ചിരുന്ന പേര്. ജവഹർലാൽ നെഹ്റുവിനെ കുട്ടികൾ സ്നേഹത്തോടെ വിളിച്ചിരുന്ന പേരെന്താണ്? ഉത്തരം ചാച്ചാജി. ചാച്ചാജി എന്നാണ് ജവഹർലാൽ നെഹ്റുവിനെ കുട്ടികൾ സ്നേഹത്തോടെ വിളിച്ചിരുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. ജവഹർലാൽ നെഹ്റു ജനിച്ച വർഷം. ജവഹർലാൽ നെഹ്റു ജനിച്ച വർഷം ഏതാണ്? ഉത്തരം 1889. ജവഹർലാൽ നെഹ്റു ജനിച്ച വർഷം ഏതാണ്? 1889 ജവഹർലാൽ നെഹ്റു ജനിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളുടെ പേര്. ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളുടെ പേര് എന്താണ്? ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളുടെ പേരാണ് ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി ആരുടെ മകളാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളാണ്. അടുത്ത ചോദ്യം നോക്കൂ. ജവഹർലാൽ നെഹ്റുവിൻ്റെ മാതാപിതാക്കളുടെ പേര്. ജവഹർലാൽ നെഹ്റുവിൻ്റെ മാതാപിതാക്കളുടെ പേരെന്ത്? ഉത്തരം നോക്കൂ. മോത്തിലാൽ നെഹ്റു, സ്വരൂപ് റാണി. മോത്തിലാൽ നെഹ്റു, സ്വരൂപ് റാണി എന്നിവരുടെ മകനാണ് ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ജവഹർലാൽ നെഹ്റു ആദ്യമായി ഗാന്ധിജിയെ കണ്ടുമുട്ടിയത് എന്ന്? എവിടെ വച്ച്? ജവഹർലാൽ നെഹ്റു ആദ്യമായി ഗാന്ധിജിയെ കണ്ടുമുട്ടിയതെന്ന് എവിടെ വച്ച്? ഉത്തരം ഇതാണ്, 1916 ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് ജവഹർലാൽ നെഹ്റു ആദ്യമായി ഗാന്ധിജിയെ കണ്ടുമുട്ടിയത്. എപ്പോഴാണ്? 1916 ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് നെഹ്റു ഗാന്ധിജിയെ ആദ്യമായി കണ്ടുമുട്ടി. അടുത്ത ചോദ്യം നോക്കാം. ജവഹർലാൽ നെഹ്റു പഞ്ചവത്സര പദ്ധതി അവതരിപ്പിച്ച വർഷം. ജവഹർലാൽ നെഹ്റു പഞ്ചവത്സര പദ്ധതി അവതരിപ്പിച്ച വർഷം ഏതാണ്? ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ജവഹർലാൽ നെഹ്റു പഞ്ചവത്സര പദ്ധതി അവതരിപ്പിച്ച വർഷം 1951. ആരും മറന്നു പോകണ്ട. 1951 ജവഹർലാൽ നെഹ്റു പഞ്ചവത്സര പദ്ധതി അവതരിപ്പിച്ചത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ജവഹർലാൽ നെഹ്റുവിൻ്റെ ചരമദിനം എന്നാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ ചരമദിനം എന്നാണ്? ഉത്തരം നോക്കൂ. 1964 മെയ് 27 ജവഹർലാൽ നെഹ്റു മരണപ്പെട്ടത്. എപ്പോഴാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ചരമദിനം? നോക്കൂ, 1964 മെയ് 27. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നെഹ്റു ഇന്ത്യയെ നയിച്ചിരുന്ന കാലത്ത്
തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. നെഹ്റു ഇന്ത്യയെ നയിച്ചിരുന്ന കാലത്ത് തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഇതൊക്കെയാണ്: ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ദ ഡിസ്കവറി ഓഫ് ഇന്ത്യയുടെ രചയിതാവ്. ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഇതിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു രചിച്ചതാണ് ദി ഡിസ്കവറി ഓഫ് ഇന്ത്യ. അടുത്ത ചോദ്യം: ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം ബഹുമതി ലഭിച്ച വർഷം. ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം ബഹുമതി ലഭിച്ച വർഷം ഏതാണ്? ഉത്തരം 1955. 1955 ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം ബഹുമതി ലഭിച്ചത്. മറന്നു പോകണ്ട, 1955 ഭാരതരത്നം ബഹുമതി ലഭിച്ചു. അടുത്ത ചോദ്യം ഇതാണ്: ആധുനിക ഭാരതത്തിൻ്റെ ശില്പി. ആധുനിക ഭാരതത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ആധുനിക ഭാരതത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഉത്തരം അറിയാവുന്നവർ മറക്കാതെ കമൻറ്റ് ചെയ്യുക. ഉത്തരം ജവഹർലാൽ നെഹ്റു. ആധുനിക ഭാരതത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അടുത്ത ചോദ്യം: ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന കൃതിയുടെ കർത്താവ്. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഈ ചോദ്യത്തിന് ഉത്തരം എല്ലാവർക്കും അറിയായിരിക്കും. ഉത്തരം ഇതാണ്: ജവഹർലാൽ നെഹ്റു. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന കൃതിയുടെ കർത്താവ് ജവഹർലാൽ നെഹ്റു ആണ്. അടുത്തത്: ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് എപ്പോഴാണ്? ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉത്തരം 1929 കോൺഗ്രസ് സമ്മേളനത്തിലാണ് അദ്ദേഹം ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 1929 കോൺഗ്രസ് സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. സാമ്പത്തിക ആസൂത്രണം, ചേരിചേരാ നയം എന്നിവ ആരുടെ സംഭാവനകളാണ്? സാമ്പത്തിക ആസൂത്രണം, ചേരിചേരാ നയം എന്നിവ ആരുടെ സംഭാവനകളാണ്? ഉത്തരം നോക്കൂ: ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെ സംഭാവനകളാണ് സാമ്പത്തിക ആസൂത്രണം, ചേരിചേരാ നയം എന്നിവ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അലഹബാദിലെ നെഹ്റുവിൻ്റെ കുടുംബ വീട്. അലഹബാദിലെ നെഹ്റുവിൻ്റെ കുടുംബ വീട്. ഉത്തരം ആനന്ദ് ഭവൻ. അലഹബാദിലെ നെഹ്റുവിൻ്റെ കുടുംബ വീട് ഏതാണ്? ആനന്ദ് ഭവനാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ചോദ്യം നോക്കാം. നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥാനം. നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥാനം അറിയപ്പെടുന്ന പേരെന്താണ്? അപ്പോൾ ശരിയായിട്ടുള്ള ആൻസർ എല്ലാവരും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതുപോലെ ശിശുദിനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് കറക്റ്റായി എത്താൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ഐക്കണും എനേബിൾ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.